എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്ന ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 2026 ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജനുവരി 2026 മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. Fool card, 7 of Pentacles, Temperance, 6 of Wands, Empress energy, Ace of Swords energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി നാളുകൾക്ക് ശേഷം പല കാര്യങ്ങളും വീണ്ടും പുനരാരംഭിക്കുന്ന സമയം എന്ന് പറയാം. കുറച്ചധികം നാളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റീസ് വളരെയധികം കൂടുതലായിരുന്നു. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യക്കുറവ്, പ്രത്യേകിച്ച് ആ ഒരു 40s ആ ഒരു ഏജിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് മിഡ് ലൈഫ് ക്രൈസിസ് പോലെയുള്ള സിറ്റുവേഷൻസ്, ആ ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ആവാം. അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് മെനോപോസ് വരുന്ന സിറ്റുവേഷനിലുണ്ടാകുന്ന ഹോർമോൺ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള വ്യതിയാനങ്ങൾ കാര്യങ്ങളാവാം. അങ്ങനെയുള്ള പല സിറ്റുവേഷനിലുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച്, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലങ്ങളിൽ കുറച്ചധികം നെഗറ്റീവ് ഫീലിങ്സ് വളരെയധികം കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷം. ഈ ഒരു എനർജി, ഫുൾ എനർജി എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾക്ക് മുന്നോട്ടേക്ക്, എങ്ങോട്ടേക്കാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത് നിങ്ങളെ നയിക്കുന്ന, നിങ്ങൾ എങ്ങോട്ടേക്കാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയും, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുക. കാരണം ഇവിടുത്തെ എനർജി മറ്റുള്ള പല ആളുകളും പറയുന്നു ഇതിങ്ങനെയല്ല, ഈ വഴിക്കാണ് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള ചിന്തകളും നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് അനുസരിച്ചിട്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റിയൊരു സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി, എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അപ്പോൾ നെഗറ്റീവിനെ മാത്രം ഭയന്ന് നിൽക്കാതെ പോസിറ്റീവ് കാര്യങ്ങൾ എന്താണ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അത് പോസിറ്റീവായി തീർക്കാം എന്നുള്ള രീതിയിലേക്കോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന വഴിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു രീതിയാണ്. സെൽഫ് ഡൗട്ട് ഒക്കെ മാറി നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുകയും കാര്യങ്ങൾ മുന്നിട്ടിറങ്ങുവാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയമാണ്. സെൽഫ് ഇനീഷ്യേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയത്തിലേക്ക് കടക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല വർഷമായിരിക്കും ഈ ഒരു വർഷം. കാരണം വിദ്യാഭ്യാസ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് എന്നുള്ളതിന്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത്, മാതാപിതാക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോപ്പ് അല്ലെങ്കിൽ അതിന് സാധ്യത കൂടുതലാണോ എന്ന് നോക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അത് പഠിക്കാൻ ഇഷ്ടമാണോ എന്ന് നോക്കി, അതിനുശേഷം ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏതാണെന്ന് നോക്കി ആ ഇഷ്ടമുള്ളതിൽ സാധ്യതകളും കാര്യങ്ങളും തേടാൻ ശ്രമിക്കുക. അല്ലാതെ സാധ്യത നോക്കിയിട്ട് അല്ല പോകേണ്ടത്. കാരണം ആദ്യം തന്നെ നമുക്കൊരു കാര്യം ഇഷ്ടമില്ലാതെ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവനേക്കുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. അതേപോലെ തന്നെ 7 of Pentacles എനർജി കണക്ഷൻസ് ആണ്. വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ട് ഒരിക്കലും നടക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങളുടെ ശ്രമം ഫൈനലി സക്സസ്ഫുൾ ആവുകയാണ്. നിങ്ങളുടെ പല കാര്യങ്ങളും ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതും, ലൈഫ് പേർപ്പസ് നിങ്ങൾ പലരും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ജീവിത ലക്ഷ്യം എന്നുള്ളത് നിങ്ങളുടെ ഒരു ജോലി സമ്പാദിക്കുക, ആ ഒരൊറ്റ കാര്യം മാത്രമല്ലാതെ നിങ്ങൾക്കൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു നിയോഗമുണ്ട് ജീവിതത്തിൽ. അതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ജീവിക്കാൻ ഒരു ജോലി ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് ജോലി ചെയ്യുന്നു, ജോലിയിൽ നിന്ന് ശമ്പളം ലഭിക്കുന്നു. അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതും. അതുകൂടാതെ നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ എന്തോ ഒരു നിയോഗമുണ്ട്, അതെന്താണ്, അതിലെങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതും ആ നിയോഗം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. അതേപോലെ കർമ്മ, അതായത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് കൃത്യമായിട്ട് ഫലം ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന, അതായത് കരിയറിൽ മുന്നേറണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഒത്തിരി സാധ്യതകളുണ്ട്. ജീവിതത്തിൽ മുന്നേറുന്നുണ്ട്.
പ്രൊമോഷന് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്, ശമ്പള വർധന, കുറച്ചുകൂടി ഹയർ പൊസിഷൻ, അതോറിറ്റി പൊസിഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ടെമ്പറൻസ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് എങ്ങനെ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നു, ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതും ഈ ഒരു എനർജി, അതായത് ടെമ്പറൻസ് എനർജി സൂചിപ്പിക്കുന്ന മറ്റൊരു തരത്തിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ലാതെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ജീവിതം എന്ന് പറഞ്ഞ ഒരേ ഒരു ലക്ഷ്യം മാത്രമല്ല, ജീവിതത്തിൽ ഒരേ സമയം പല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനും നേടാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഈഗോ നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ വേറെ ഒന്നുമില്ല, മറ്റുള്ളവർക്ക് നിങ്ങളില്ലാതെ ചെയ്യാൻ പറ്റില്ല, മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുക. അതേപോലെ തന്നെ ഒരു ഇന്നർ ഗ്രോത്തിനുള്ളൊരു സമയം കൂടിയിട്ടാണ് ഈ വർഷം. കുറച്ചുകൂടി സ്പിരിച്വലി ആത്മീയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുകയും മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിലൊരു ബാലൻസ്, ഒരു സ്ഥിരത ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളത്. പല കാര്യങ്ങളിലും അക്ഷമരായിട്ട് നിന്നിരുന്നതിൽ നിന്ന് മാറി വളരെ പേഷ്യൻസ്, ക്ഷമ വളരെയധികം നിങ്ങളിൽ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും മാറി ജീവിതത്തിലൊരു സ്ഥിരത ഉണ്ടാകുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ബാലൻസ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കരിയർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകൾ കുടുംബജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ കരിയറും കുടുംബവും സുഹൃത്തുക്കളും സൊസൈറ്റി എല്ലാം ഒരേപോലെ എല്ലാത്തിലും താല്പര്യവും അതിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. ഓക്കെ. അതേപോലെ തന്നെ 9 ഓഫ് ഫോൺസ് എനർജി. 9 ഓഫ് ഫോൺസ് എനർജി സൂചിപ്പിക്കുന്നത് ഈ ഒരു വർഷം നിങ്ങൾ എന്താണ് പല കാര്യങ്ങളിലും നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് മറ്റുള്ളവരില്ല, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സംസാരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ആ ഒരു എബിലിറ്റി ടു പ്ലാൻ വെൽ അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ, യു ആർ മൂവിങ് ഫോർവേഡ് വിത്ത് എ സെൻസ് ഓഫ് പേർപ്പസ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ എന്താ പറയുക, ഒരു സ്കിൽ, സ്ട്രെങ്ത്, പല കാര്യങ്ങളിലും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഫൈറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ, അതിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് നേടുകയും ചെയ്യുന്നുണ്ട്. പിന്മാറാതിരിക്കുക, ഡോണ്ട് ഗീവ് അപ്പ്, അത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എംപ്രസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ പ്രഗ്നൻസി സിറ്റുവേഷൻ, വിവാഹ കാര്യങ്ങൾ, അതേപോലെ അവാർഡ്സ്, റെക്കഗ്നീഷൻസ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം പ്രായമായിട്ടുള്ളവരെ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ 4 പേര് അറിയുന്നത് അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജി സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ എന്തോ ഒരു സംരംഭം തുടങ്ങുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സ്വന്തമായിട്ട് എന്താ പറയുക, ഒരു ഔദ്യോഗിക ജീവിതം അല്ലെങ്കിൽ ഔദ്യോഗിക പദവി അലങ്കരിച്ചിട്ടില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളിതുവരെ വർക്ക് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു വർഷം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ആലോചിച്ച് ഇരുന്ന സമയം കളയാതെ ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുക്കാൻ പറ്റിയൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു വർഷം എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് സോർഡ്സ് എനർജിയാണ്. വിദേശത്ത് പോകാനുള്ളവരെ സംബന്ധിച്ച് അതിനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്, ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആ ഒരു എനർജി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉള്ളവരാണ്, ഇപ്പോൾ ഏത് രാജ്യം എന്നുള്ളതാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു ഇടത്തേക്കാണ് എന്നുള്ളതല്ല, ഒരു സ്ട്രോങ് ഇൻഡിക്കേഷൻ ആ ഒരു ഇതിലേക്ക് കാണിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. കാരണം പല കാര്യങ്ങളും സമയമെടുക്കും, ഇത്ര സമയമെടുക്കും എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ പെട്ടെന്ന് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ റെഡിയാകുമ്പോൾ നിങ്ങൾ ഇത്ര പെട്ടെന്ന് റെഡിയായോ, ഇത്ര പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി പോകരുത്. അതുകൊണ്ട് എല്ലാം റെഡിയായിട്ട് ഇരിക്കുക, റെഡിയായിട്ട് വയ്ക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ
ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.